ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൻ്റർ ഫീലാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഒരു വിൻ്റർ മോർണിംഗ് റുട്ടീൻ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു സീസണായി കഴിഞ്ഞാൽ എനിക്ക് ഓരോ ദിവസവും ഓരോ പോലെയാണ്. അതുകൊണ്ട് ഇതൊരു മോർണിംഗ് റുട്ടീൻ എന്നുള്ള കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഡിസംബർ മാസം പ്രത്യേകിച്ച് ഞാൻ എന്നെ ഒരു കാര്യത്തിനും ഫോഴ്സ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് നല്ലൊരു ഫെസ്റ്റീവ് മന്താണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതുകൊണ്ട് എങ്ങനെയാണോ എനിക്ക് ഓരോ ദിവസം ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ഈ ഒരു മന്ത് എടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യത്തിനും ഫോഴ്സ് ചെയ്യാറില്ല. എനിക്ക് സന്തോഷം തരും തോന്നുന്ന കാര്യം അപ്പം ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഒരു ഗുണം കൂടെ ഉണ്ട്. ഈ ഒരു മാസം നന്നായിട്ട് ഉഴപ്പിക്കഴിഞ്ഞാൽ ജാനുവരി ആയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക തോന്നൽ വരും, പുതിയൊരു വർഷമായില്ലേ നന്നാവണ്ടേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗുണവും കൂടെ ഉണ്ട്. സാധാരണ വിഷ്ണു എന്നെക്കാളും നേരത്തെ എണീക്കുന്ന ആളാണ്. ഇന്ന് ഞാൻ വിഷ്ണുവിനേക്കാൾ നേരത്തെ എണീറ്റുകൊണ്ട് വിഷ്ണു സെക്കൻഡായി. ഈ ഒരു സമയം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ടൈമാണ്. ഞാൻ ഇരിക്കണോ, കിടക്കണോ, എണീക്കണോ, ബ്രഷ് ചെയ്യണോ, ഇത്ര നേരത്തെ എണീറ്റതൊരു മണ്ടത്തരായോ, കുറച്ച് നേരം കൂടെ കിടക്കണോ, അലാം സ്നൂസ് ചെയ്യണോ, ഇങ്ങനത്തെ പല ചിന്തകളും തലയിൽ കൂടെ പോകുന്നൊരു സമയമാണ്. ഇന്നെന്തായാലും ഞാൻ അതിനെ അതിജീവിച്ച് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബെഡിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ബെഡിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. ഇവിടെ മുകളിലൊന്നും നമ്മൾ ഹീറ്റർ ഇട്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും. എനിക്ക് റൈറ്റ് സൈഡ് ഷോൾഡറിലും അപ്പർ ബാക്കിലും ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു സിറ്റിംഗ് പൊസിഷനും എപ്പോഴും ലാപ്ടോപ്പും മൊബൈലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ജോലിയൊക്കെ കാരണമായിരിക്കാം. എനിക്കിപ്പോൾ തന്നെ ഈ ഒരു ഏജിൽ ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എനിക്ക് വലിയൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫിസിയോതെറാപ്പി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെനിക്ക് ആ ഒരു മസിലിന് വരുന്ന രീതിയിലുള്ള ഒരുപാട് വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. അതിൻ്റെ ഒപ്പം ജിമ്മിൽ പോയിട്ട് മസിൽ ട്രെയിനിങ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ പെയിൻ. പക്ഷേ ഇപ്പം ഞാൻ ജിമ്മിൻ്റെ പടിവാതിൽക്കൽ കയറിയിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയായി. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും എനിക്കൊരു ഭയങ്കര എഫേർട്ടായിട്ടാണ് ഫീൽ ചെയ്യുക. അതുകൊണ്ട് ആ പരിപാടി കാര്യമായിട്ട് നടന്നിട്ടില്ല. വിൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ മാറ്റം വരുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ. കുറച്ചും കൂടെ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർക്ക് മാറാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കുന്ന അവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഉപയോഗം കൂടുതൽ കാരണമാണ് അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ പോലും ഇല്ലാത്ത. പിന്നെ സെറാവിയുടെ ഈ ഒരു ഹീലിംഗ് ബാമാണ് ഞാൻ ലിപ് ബാമായിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടാൽ തോന്നും സമയം രാവിലെ 5 മണി 5:30 അല്ല കേട്ടോ, സമയം 7:30 7:45 പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന ശബ്ദവും ബഹളവും ഒക്കെ കേൾക്കാനുണ്ട്. ഇത് നമുക്കൊരു മോട്ടിവേഷൻ ആക്കി എടുത്ത് ഒരു മിനിറ്റ് പോലും കളയാതെ നമുക്കിനി നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. വിൻ്റർ ആയി കഴിഞ്ഞാലും വീട്ടിലധികം ഹീറ്റർ ഓൺ ചെയ്യാത്ത ഒരു ചെറിയ പ്രശ്നം വിഷ്ണുവിനുണ്ട് കേട്ടോ. ഗ്യാസ് ലാഭിക്കാനുള്ള വഴികളാണ്. അതിന് പകരം നമുക്ക് ലെയർ ചെയ്യാന്നാണ് വിഷ്ണു പറയുന്നത്. അതായത് ഒന്നിൻ്റെ മുകളിൽ ഡ്രസ്സിട്ട് വീട്ടിൽ നടക്കുക. തുടക്കത്തിലൊക്കെ ഞാൻ കുറേയൊക്കെ നിന്ന് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തണുത്തിട്ട് വീട്ടിൻ്റെ അകത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്നിവിടെ ഞാൻ ഹീറ്റർ ഓൺ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. രാവിലെ ഒന്ന് വെളിച്ചായിട്ട് വരുന്നത് വരെ ഞാൻ കുറച്ച് കാൻഡിൽസും കാര്യങ്ങളൊക്കെ അതിലൊന്ന് കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് നമ്മുടെ മൂടൊക്കെ ഒന്ന് അടിപൊളിയാക്കുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആദ്യമായിട്ട് നെതർലൻഡ്സിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വിൻ്ററിനെ പറ്റി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഈ ടി വിയിൽ കണ്ടിട്ടുള്ള സ്നോയും അതേപോലെ ജാക്കറ്റ് ഇടലും തണുപ്പും എല്ലാം കൂടെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വിൻ്ററിന് വേണ്ടിയിട്ട്. പക്ഷേ വിൻ്റർ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് വിൻ്റർ ഇവിടെ ഭയങ്കര മോശമായിരുന്നു. ആദ്യത്തെ വിൻ്റർ ആവുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന മാറ്റങ്ങളും മെൻ്റലി ആൻഡ് ഫിസിക്കലി വരുന്ന ചേഞ്ചസ് ഒന്നും എനിക്ക് അത്ര കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിൻ്റർ കഴിഞ്ഞ് ആ ഒരു മാർച്ച് തൊട്ടിട്ടാണ് ആ ഒരു കൊറോണ കാലഘട്ടം തുടങ്ങുന്നത്. അതും കൂടെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ മെൻ്റൽ അവസ്ഥ വളരെ മോശമായിരുന്നു. പിന്നെ അതിനോട് തുടർന്ന് എനിക്ക് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യും, പിന്നെ അതിൻ്റെ തെറാപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കഥകളാണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിൻ്റർ ബുദ്ധിമുട്ടൊന്നും ചിലപ്പോൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നണമെന്നില്ല. ഞാൻ ഭയങ്കര മെൻ്റലി സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള വീക്ക്നെസ് ഒരുപാടുണ്ട്. എൻ്റെ OCD നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഒന്ന് ഉപദേശിച്ച് ഒന്ന് ചിയറപ്പ് ചെയ്ത് ഒന്ന് തൊട്ടും തലോടിയൊക്കെ കൊണ്ടു നടക്കേണ്ട ആവശ്യമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ തെറാപ്പിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഒട്ടും എഫക്റ്റ് ചെയ്യാത്ത ഒരു രീതിയിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ ഇങ്ങനത്തെ മാറ്റം വരിക, ചെറിയ ഉന്മേഷക്കുറവ്, ഉത്സാഹക്കുറവ് അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്നെ ഒന്നിങ്ങനെ ചിറപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. വിൻ്റർ ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കറിയാം എൻ്റെ മൂഡൊന്ന് ഡൗൺ ആവാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. ഇത്രയൊരു 5-6 കൊല്ലത്തെ ഒരു അനുഭവമല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, വിൻ്റർ ആയി കഴിഞ്ഞാൽ ഞാൻ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ കുറച്ച് ഇൻവോൾവ് ആവാറുണ്ട്. എനിക്ക് ക്രാഫ്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ
ഓ, നല്ല ജീവൻ പോയില്ലേ? എൻ്റെയും പോയി. നമ്മൾ ആ ഒരു മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള യന്ത്രത്തിൻ്റെ നിലവിളി ശബ്ദമാണത്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് ക്രാഫ്റ്റ് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്കിലോ അല്ലെങ്കിൽ ഈ കാണുന്നത് പോലെ ചെറുതായിട്ടൊരു കളറിംഗ് ബുക്ക് വാങ്ങിയിട്ട് കളർ ചെയ്യുക അങ്ങനത്തെ പരിപാടി എന്തെങ്കിലും ചെയ്യാറുണ്ട്. എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത് ഈ ഒരു സീസണായി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ലൈറ്റ്സ് അല്ലാതെ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലാക്കും ബ്രൗണും വൈറ്റും ക്രീമും മാത്രമാണ്. അധികം ആൾക്കാരുടെ ഡ്രസ്സിങ്ങും ആ ഒരു ഷെയ്ഡിലായിരിക്കും. അപ്പോൾ കുറച്ച് കളേഴ്സ് കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ കളറിങ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ചിലപ്പോൾ തോന്നും ഇനി അതുകൊണ്ടാണോ എനിക്കിത് ഫീൽ ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് അത്രയേ ഉണ്ടാവുള്ളൂ. വിഷ്ണു എണീറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഈറ്റിംഗ് ഹാബിറ്റിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിന് ശേഷം ഇപ്പം ഞാൻ 1-2 മുട്ട ഒരു ദിവസം കഴിക്കാറുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകുന്ന സമയത്ത് തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. ഇപ്പോൾ ജിമ്മ് നിർത്തിയെങ്കിലും ഈ ഒരു പരിപാടി കുറഞ്ഞിട്ടില്ല. നല്ല നാച്ചുറൽ പ്രോട്ടീൻ അല്ലേ മുട്ട. അപ്പോൾ ചെറിയ രീതിയിൽ മസിൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. പോയി തുടങ്ങണം ഇനി. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ചെയ്യേണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്യാതിരിക്കുന്ന ഒരു പീരീഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 3 ആഴ്ചത്തെ ബ്രേക്കൊക്കെ വന്നിട്ടുള്ളത്. മുട്ടയ്ക്ക് ശേഷം ഞാൻ രാവിലെ ഒരു ചെറിയ ഗ്ലാസ് എക്സ്പ്രസ്സോ കുടിക്കാറുണ്ട് കേട്ടോ. ത്രൂ ഔട്ട് ദ ഡേ കുറച്ച് എനർജി കീപ്പ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊടുന്ന ദോശക്കല്ലാണ്. ഞാൻ ഇതിൻ്റെ സീസണിങ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് ഓട്സ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. നമ്മൾ ഓട്ട് മിൽക്കിലാണ് ഓട്സ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ചായയും കാപ്പിയും വരെ ഇടയ്ക്ക് ഓട്ട് മിൽക്കിൽ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ചെറുതായിട്ട് പാലിൻ്റെ പ്രശ്നമുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും പാലങ്ങോട്ട് അതായത് ഡയറി പ്രൊഡക്ട്സ് വയറിനങ്ങോട്ട് പറ്റാത്തൊരു പ്രശ്നം. അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓട്ട് മിൽക്കിലോട്ട് മാറാറുണ്ട്. ഇടയ്ക്ക് ഞാൻ പാൽ ഉപയോഗിക്കും. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഞാൻ ഓട്സ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ മിൽക്കൊന്ന് ആഡ് ചെയ്യുകയാണ്. കാരണം എനിക്ക് ഇത്ര കട്ടയായിട്ടിരിക്കുന്ന ഓട്സ് ഇഷ്ടമല്ല. അതിനുശേഷം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഹെവി മീലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിശക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് എക്സ്ട്രാ ഇതിലോട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ആപ്പിൾ ആഡ് ചെയ്യുന്നുണ്ട്, പഴം ആഡ് ചെയ്യുന്നുണ്ട്, ബ്ലൂബെറി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഡേറ്റ്സും ആഡ് ചെയ്യുന്നുണ്ട്. പുറത്ത് നല്ല തണുപ്പാവുമ്പോൾ ചൂടുള്ള ഭക്ഷണം കഴിക്കാനല്ലേ സുഖം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. സ്മൂതി ഇപ്പോൾ പൊതുവേ കുറച്ച് കുറവാണ് കേട്ടോ. കാരണം ഈ പറഞ്ഞതുപോലെ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. മുകളിൽ നമ്മൾ കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ജോലിയുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഞാൻ വിഷ്ണുവിനെ കാത്തു നിന്നാൽ ഞാൻ വെറും ശശിയായിരിക്കും. നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. വിഷ്ണുവിന് ആഴ്ചയിൽ 2 ദിവസമാണ് ഓഫീസിൽ പോകേണ്ടത് കേട്ടോ. ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ രണ്ടാണെങ്കിലും എനിക്കൊരുപോലെ തോന്നാറ്. എന്നെക്കാൾ ഒരുപാട് നേരത്തെ എണീക്കുന്ന ഒരാളാണ് കേട്ടോ വിഷ്ണു. പൊതുവേ കുറേ നേരം കിടന്നുറങ്ങുക എന്നുള്ളത് വിഷ്ണുവിൻ്റെ ഒരു സ്വഭാവത്തിലുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എണീക്കുന്നതിനൊക്കെ മുന്നെയാണ് അധിക ദിവസം ഇപ്പോൾ വിഷ്ണു എണീക്കാറ്. വിഷ്ണുവിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജോലിക്ക് കയറും ഒരു 9-9:15 ആകുമ്പോഴേക്ക്. ഞാൻ എണീറ്റ് എൻ്റെ റുട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളിലോട്ടും കിടക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വീട്ടിലുണ്ടെന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടാറ് ജോലിക്കൊക്കെ ശേഷം ഒരു 6 മണി 6:30 ശേഷമാണ്. അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആയി കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ദിവസമായി കഴിഞ്ഞാലും ഫീൽ ഒരുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വിൻ്റർ ആയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഞാൻ വൈറ്റമിൻ ഡി എടുക്കാറുണ്ട് കേട്ടോ. ഡെയിലി ഒരു 10 mg വെച്ചിട്ട്. ഇവിടെ ഞാൻ എൻ്റെ GPയുടെ അഡ്വൈസോട് കൂടെയാണ് അത് ചെയ്യുന്നത്. എനിക്കിവിടെ വന്നിട്ട് ആദ്യത്തെ കൊല്ലം എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു കച്ചറ ഡെഫിഷ്യൻസിയാണ്. നമുക്ക് ആകമത്ത് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലാ കൊല്ലവും ശ്രദ്ധിക്കാറുണ്ട്. പ്രോപ്പറായിട്ട് 6 months ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ വൈറ്റമിൻ ഡി എന്തായാലും ഞാനൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതിന് പുറമേ പിന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എടുക്കുന്നത് മൾട്ടി വൈറ്റമിൻസ് ആണ്. അപ്പോൾ അതാണ് മൾട്ടി വൈറ്റമിൻസിൻ്റെ കാര്യം. ഉച്ചയ്ക്കും രാത്രിത്തേക്കുള്ള സാമ്പാർ ഞാൻ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനൊരു കടശാര സാമ്പാറാണ് ഉണ്ടാക്കാറ്. എല്ലാം കൂടെ ഞാൻ കുക്കറിലിട്ടൊരു വിസിലടിക്കും. പിന്നെ പരിപ്പ് ഞാൻ സെപ്പറേറ്റ് വേവിക്കും. അപ്പോൾ ആ കൊഴുത്ത പരിപ്പ് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ സാമ്പാറിന് കൊഴുപ്പ് പെട്ടെന്ന് കിട്ടും. പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റി അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഈ ഒരു വലിയ കുക്കറിലിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ സാമ്പാർ ഒരു 1/4 മണിക്കൂറിൽ റെഡിയാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്നൊരു കാര്യമാണ്. ഒരു ദിവസത്തിൽ അമ്മയും അമ്മമ്മയും ഒക്കെ ഏകദേശം എല്ലാ സമയവും അടുക്കളയിൽ തന്നെയാണ്.
അമ്മയ്ക്ക് രാവിലെ ഒരു 9:30 ആകുമ്പോൾ സ്കൂളിലോട്ട് പോകണം. ഒരു 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഈ സമയം വരെ അമ്മ അടുക്കളയിലായിരിക്കും. അത് കഴിഞ്ഞ് 4-4:30 സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സാരി ഊരി വെക്കുന്നതിൻ്റെ മുന്നേ വീണ്ടും അടുക്കളയിലോട്ട് കയറും. എന്തെങ്കിലും അച്ഛന് ചായ ഉണ്ടാക്കാനോ എന്തെങ്കിലും അതും ഇതിനൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ തോന്നും എന്തായാലും ഇതുപോലെ ആവണം, ചില കാര്യങ്ങൾ കാണുമ്പോൾ തോന്നും ഇതുപോലെ ആവരുത്, ചില മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ അമ്മമ്മടിയൊക്കെ തിരക്ക് കണ്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ വലുതായി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയധികം അടുക്കളയിൽ ബിസി ആയിട്ടുള്ള ഒരാളാവണ്ടാന്ന്. ഓരോരോ സിറ്റുവേഷനിൽ ഓരോ ആൾക്കാർ ഓരോ രീതിയിലായിരിക്കുമല്ലോ പല കാര്യങ്ങളും മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നൊക്കെ എനിക്ക് ഇൻസ്പിറേഷൻ ദീമേമയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയുടെ ഏറ്റവും ചെറിയ അനിയത്തി. മേമ ജീവിതത്തിൽ അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. എല്ലാ കാര്യം ഞാൻ തന്നെ ചെയ്യണം, എല്ലാവരുടെ കാര്യം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള വാശിയൊന്നും മേമയ്ക്കില്ല. എന്ന് കരുതി റെസ്പോൺസിബിലിറ്റീസ് തൊട്ട് മാറി നിൽക്കുന്ന ആളൊന്നുമല്ല മേമ. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാറുണ്ട്. എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ളൊരു ബാലൻസ് കൊണ്ടുവരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ബിസിയായി പോവാതെ ഒപ്പം മേമയ്ക്ക് വേണ്ട കാര്യങ്ങൾക്കും സന്തോഷത്തിനും ഒക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ആ ഒരു ലൈനിലായിരുന്നു ഞാൻ കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഓക്കെ ആയിരിക്കണം എന്നൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ മേമ പല ജഡ്ജ്മെൻ്റലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് മേമ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മേമ എന്നും ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലീഡ് ചെയ്യാൻ മേമയ്ക്ക് പറ്റുന്നുണ്ട്. അതല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ആര് ചെയ്യുന്നത് ശരി ആര് ചെയ്യുന്നത് തെറ്റോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഓരോ ഇൻഡിവിജ്വലിനെ നോക്കുമ്പോഴും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ശരിയായിരിക്കും. പക്ഷെ എപ്പോഴും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്തിലാണോ ഇൻസ്പയർഡ് ആവുന്നത് അതുപോലെ ആയി തീരാൻ നമ്മൾ ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ സ്വന്തം ജീവിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നൊരു കാര്യമായിരുന്നു, എനിക്ക് എപ്പോഴും അടുക്കളയിൽ നിൽക്കുന്ന ഒരാളാവണ്ട. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു ഡേയും വീക്കും എല്ലാം പ്ലാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എനിക്കൊരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിന് വേണ്ട രീതിയിലാണ് ഞാനും വിഷ്ണുവും കൂടെ കാര്യങ്ങൾ ചെയ്യാറ്. ഞാൻ മാത്രം ഈ ഒരു കാര്യം തീരുമാനിച്ചിട്ട് കാര്യമല്ല. എപ്പോഴും നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളും കൂടെ ഈ ഒരു ഐഡിയോളജിയിൽ മാച്ച് ആവാൻ ശ്രമിക്കും, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളും ഒക്കെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇത് ശ്രമിക്കാറ്. അങ്ങനെ ഇന്ന് തൽക്കാലം ഉച്ചയ്ക്കും രാത്രിത്തേക്കുള്ള കുക്കിംഗ് തീർത്തു. ഒന്ന് കുളിക്കട്ടെ കേട്ടോ. ആകെ മൊത്തം ഒരു സാമ്പാർ മണമായിട്ടുണ്ട്. ഞാനിവിടെ വന്ന കാലം തൊട്ട് കുറേ ഷാമ്പു ട്രൈ ചെയ്ത് എനിക്ക് ഏറ്റവും എഫക്റ്റീവായി തോന്നിയത് ഈ ഒരു ഷാമ്പു ആണ് കേട്ടോ. ഇവിടെ ഹോളണ്ട് ആൻഡ് ബാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഷാമ്പു ആണ്. അവരുടെ ഗാർലിക് ഷാമ്പു ആണ് അത്. എനിക്കിത് ഭയങ്കര എഫക്റ്റീവാണ്. വിഷ്ണുവിനും ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്യാനും അത് ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. സമയം ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി വെളിച്ചം വന്ന് തുടങ്ങിയിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇനി കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അറിയുകയും ചെയ്യാം. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക് നമുക്കിനി മെയിനായിട്ടുള്ള സ്കിൻ കെയറിലോട്ട് കിടക്കാം. ആദ്യം ഞാൻ ഒരു ടോണർ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ അങ്ങോട്ട് സ്കിന്നിലോട്ട് അലിഞ്ഞ് ചേരട്ടെ. അതിനുശേഷം ഹൈലറോണിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. അതൊരു 2 to 3 drops ആണ് ഉപയോഗിക്കാറ്. അത് ഞാൻ രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം നേരത്തെ പറഞ്ഞ അവേൻ്റെ അതേ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രാവിലെ പിന്നെ എനിക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിക്കുന്നത്. അതുകൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളൊരു നമ്മളൊരു സ്കിൻ കെയർ രാവിലെ ചെയ്യാത്തത് കേട്ടോ. അതിനുശേഷം സെയിം ബ്രാൻഡിൻ്റെ തന്നെ സൺസ്ക്രീൻ ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് SPF 50 തന്നെയാണ് കേട്ടോ. എനിക്കിത് ക്ലിയർ ആയിട്ട് അറിയാൻ പാടില്ല നമ്മൾ വിൻ്ററിൽ 50 യൂസ് ചെയ്യണോ അതോ 30 ഇനഫ് ആണോ എന്നുള്ളത്. ഞാൻ എന്തായാലും 50 തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ പരിപാടി ഏകദേശം ഇവിടെ തീർന്നു. പിന്നെ ഇനി ലിപ് ബാമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മാക്കിൻ്റെ ഗ്ലോ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു ലിപ് ബാമാണ് കേട്ടോ. മുന്നേ ഞാൻ ഇതിനെ പറ്റിയൊരു ഷോർട്ട്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് ഉള്ളുന്നൊക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് തോന്നുക. അപ്പോൾ എന്തായാലും അതും കൂടെ കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തിൽ കാര്യത്തിലോട്ട് കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് കുറച്ചധികം പെൻഡിങ് പണി ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഡിസംബർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണ്. എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തും കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു എക്സ്ട്രാ പുഷ് ആവശ്യമുള്ള സമയമാണ് ഈ ഒരു ഡിസംബർ എന്ന് പറയുന്നത്. ഇന്ന് തൽക്കാലം ഞാൻ എന്നെ ഉന്തിത്തള്ളി ഞാനിപ്പോൾ എനിക്ക് വളരെ ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് പണി ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് മുന്നേ ചെയ്ത് തീർക്കാന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വിശദീകരിച്ചിരുന്ന് ചെയ്യട്ടെ. പിന്നെ എനിക്കറിയില്ല, എനിക്ക് ചിലപ്പോൾ തോന്നാറുള്ളൊരു കാര്യമാണ്, ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു പുഷ് കൊടുത്ത് നമ്മളെ തന്നെ ഒന്ന് ആക്റ്റീവ് ആക്കി അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭയങ്കര ഗുഡ് ഫീലാണ്. പക്ഷേ ചില സമയങ്ങളുണ്ടായിരിക്കും നമ്മുടെ മൈൻഡ് കുറച്ച് ടയർഡായിട്ടുള്ള. ആ സമയത്ത് അധികം പുഷ് ചെയ്യും ഉപദ്രവിക്കുകയൊന്നും ചെയ്യാതെ നമ്മുടെ മൈൻഡിനെ ആ ഒരു വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയും ദിവസം ഞാൻ എൻ്റെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കി വിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല എനർജറ്റിക് ആയതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് സ്ഥിരമായി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം.
ഏകദേശം പണിയൊക്കെ ഞാൻ ഒതുക്കി. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടാം കേട്ടോ. സാമ്പാർ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ദോശ ഉണ്ടാക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു 5-10 മിനിറ്റത്തെ പണിയാണ്. ഞാൻ ഈ ഉപയോഗിക്കുന്ന പ്രസ്റ്റീജിൻ്റെ ഒരു ദോശ തവയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഇത് വാങ്ങിക്കുമ്പോഴേ അവർ നല്ലോണം മയക്കിയാണ് തരിക. അതായത് നമ്മളിങ്ങനെ മയക്കി എടുക്കണമല്ലോ, ഇങ്ങനെ സീസൺ ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഓൾറെഡി അങ്ങനെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അത് മയക്കി അല്ലെങ്കിൽ മെരുക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ദോശ തവ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് വളരെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് കേട്ടോ തോന്നിയത്. അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ലഞ്ച് കഴിഞ്ഞു. ഞാൻ വീണ്ടും കുറച്ച് നമ്മുടെ പരിപാടികളിലോട്ട് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഡേ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും അതിനൊരു ബൂസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നടക്കാൻ വേണ്ടി പോകാൻ ചെറുതായിട്ട്. തണുപ്പത്ത് നമുക്ക് ഒരുപാട് കിലോമീറ്ററുകളൊന്നും നടക്കാൻ പറ്റില്ല, പക്ഷേ എന്നാലും പറ്റുന്നത്ര 500 മീറ്ററെങ്കിൽ 500 മീറ്റർ നമുക്ക് നടന്ന് തിരിച്ചു വരാം. അത്യാവശ്യം നല്ല തണുപ്പാണ് പുറത്ത്. അതുകൊണ്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പാൻസ് നമുക്കൊരു തെർമലാണെന്ന് വിചാരിച്ച് അതിൻ്റെ പുറത്ത് കൂടെ നമുക്കൊരു ജീൻസ് ഇടാം കേട്ടോ. ലെയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരൊറ്റ കട്ടിയുള്ള തുണി ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ വാമായിട്ട് ഫീൽ ചെയ്യുക. 1, 2, 3 ഞാൻ 3 വരെയൊക്കെയാണ് ലെയർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് എനിക്ക് ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതാണ് കുറച്ചും കൂടെ വാമായിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു ഇയർ വാമർ ഞാൻ വെക്കുന്നുണ്ട്, കാരണം ഈ ലോകത്ത് സൈനസ് കണ്ടുപിടിച്ച ഒരാൾ ഞാനാണെന്നുള്ള രീതിയിലാണ് വിൻ്ററായി കഴിഞ്ഞാൽ എൻ്റെ പോക്ക്. പിന്നെ ഒരു സ്കാർഫും വെച്ച് നമുക്ക് ഒരു ചെറിയ നടന്ന് തിരിച്ചു വരാം കേട്ടോ. സമയം ഓൾമോസ്റ്റ് ഇരുട്ടാവാനായിട്ടുണ്ട്. ഒരു 3:30, 3:45 ആയിട്ടുണ്ട്. 4, 4:15, 4:30 ഒക്കെ ആകുമ്പോഴൊക്കെ തീരുമാനമാവും. നമ്മുടെ നാട്ടിൽ ഒരു 7 മണി 7:30 പോലെയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിലേ നമ്മളിവിടെ പുറത്ത് നടക്കാൻ പോകുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇവിടെ പോപ്പുലേഷൻ വളരെ കുറച്ച് കുറവല്ലേ. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ 1/3 പോപ്പുലേഷൻ ഒറ്റയാണ് നെതർലാൻഡ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. വിൻ്റർ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറവ് ആൾക്കാരെയാണ് കേട്ടോ പുറത്ത് കാണാറുള്ളൂ. ഞാൻ ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു. ഈ ഒരു ചുറ്റളവിൽ നിന്നും 1-2 ആൾക്കാരെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർ അവരുടെ വീട് ഈ പറയുന്ന പോലെ ഹാലോവിൻ തീമിലും ക്രിസ്മസ് തീമിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യും. പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഡെക്കറേഷനൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളൊരു ഫീലല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നപ്പോഴേക്ക് നോക്കൂ, ദേ ഇരുട്ടായിരിക്കുന്നു. സമയം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:15 ആയിട്ടുണ്ടായിരിക്കും. കറക്റ്റ് എനിക്കറിയില്ല. ഇത്ര ഇരുട്ടും തണുപ്പും കാറ്റും എല്ലാം കൂടി ആകുമ്പോൾ സത്യം പറഞ്ഞാൽ കൗച്ചിൽ എണീക്കാൻ തോന്നുകയില്ല കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതൊക്കെ പൊതുവെ വിൻ്റർ ടൈമിൽ ഭയങ്കര കുറവാണ്. പക്ഷേ ഇത്തവണ പ്രദുൻ്റെയും ഗീതുൻ്റെയും ഹൗസ് ഷിഫ്റ്റിംഗ് അതിൻ്റെ ഇടയിൽ ഒരു ബ്ലെസ്സിങ് പോലെയായിരുന്നു. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വന്നു, ഞാൻ ഒരു കിവി ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു. അതിനുശേഷം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കോൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ബ്രാൻഡിനായിട്ട്. നമ്മുടെ ഈ ഒരു പ്രൊഫഷനിൽ നല്ല നല്ല ബ്രാൻഡ്സിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു മാസം ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വളർന്നു വരുന്ന സമയം തൊട്ടേ കേട്ടൊരു ബ്രാൻഡിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി കേട്ടോ. അതൊരു എന്താ പറയുക, ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവരായിട്ട് ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഞാൻ കൃത്യം 5:30 ആകുമ്പോഴാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാറ്. ഒരു 6:30-ക്കുള്ളിൽ നമ്മുടെ ഡിന്നർ കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് എനിക്ക് ഇഡ്ഡലി സാമ്പാറും ചട്നിയും, വിഷ്ണുവിന് ദോശയാണ്. കാരണം ഞാൻ ഉച്ചയ്ക്ക് ദോശയല്ലേ കഴിച്ചത്. വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ സാമ്പാർ. ഞാൻ ഇന്നേ വരെ കാണാത്ത കോമ്പിനേഷനിലൊക്കെ വിഷ്ണു കഴിക്കും. അതായത് ഇടിയപ്പം സാമ്പാർ, പൊറോട്ട സാമ്പാർ, ചപ്പാത്തി സാമ്പാർ. എനിക്ക് സാമ്പാർ ഇഡ്ഡലിയുടെ ഒപ്പം ദോശയുടെ ഒപ്പം അല്ലാതെ ചോറിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കഷ്ടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വിഷ്ണു ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഡിന്നർ ഇതായിരുന്നു കേട്ടോ. ഡിന്നറിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആയതിനു ശേഷം ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ വിഷ്ണു എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്താ അകത്ത് വല്ല ഹോമം നടത്തുകയായിരുന്നോന്ന്. ഈ തണുപ്പത്ത് ചൂടുവെള്ളത്തിൽ നിൽക്കാൻ വേണ്ടി നല്ല രസമല്ലേ. അതുകൊണ്ട് കുറച്ചധികം നേരം ഞാൻ കുളി രാവിലെയും രാത്രിയും നടത്താറുണ്ട്. രാത്രിത്തെ സ്കിൻ കെയർ വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു സെറാവിയുടെ ഹീലിംഗ് ബാം ഞാൻ മുന്നേ ഒരുപാട് തവണ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടുണ്ടായിരിക്കും. ഞാൻ ഫുൾ ഫേസിലും ലിപ്സിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ വാസ്ലിന് ഇക്വലൻ്റ് തന്നെയാണ്. വാസ്ലിൻ എപ്പോഴും ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു സെറാവയുടെ ഹീലിംഗ് ബാമിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുടി നമ്മൾ ചെറുതായിട്ട് ബാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു മൂവിയും കണ്ട് ഒപ്പം എൻ്റെ കുറച്ച് എഡിറ്റിങ്ങുമായിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരുകയാണ് കേട്ടോ. ഈ ഒരു മൂവി കാണുന്ന വീഡിയോ ഞാൻ ആക്ച്വലി ഇന്നലത്തെ എടുത്തു വെച്ച വീഡിയോന്ന് എടുത്തായിരുന്നു കേട്ടോ. കാരണം ഇന്ന് ഞാൻ എടുക്കാൻ മറന്നുപോയി.
അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റ. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ റെഗുലറായിട്ട് കാണാം കേട്ടോ. ബൈ. പിന്നെ ഷെറീറിൻ്റെയും അൻഷിഫയുടെയും ബിരിയാണി റെസിപ്പി അത് മറന്നിട്ടില്ല കേട്ടോ. ഈ ആഴ്ച തന്നെ ഷൂട്ട് ചെയ്ത് ഈ ആഴ്ച അത് പോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്.